എന്തുകൊണ്ട് വിശേഷം? ഓ ഒന്നുമല്ല, ചെറിയൊരു ഓട്ടം പോയായിരുന്നു. ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓ മടുപ്പാ. ആ ഇത് നമ്മുടെ പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് ആയിരുന്നു. അതിന് പറ്റി പുള്ളിയെ CPM-കാരെല്ലാം കൂടെ കോൺഗ്രസ്സുകാരുടെ കൂടെ ചേർന്ന് പുള്ളിയെ പുറത്താക്കി. അവിശ്വാസം കൊണ്ടൊന്ന് പുറത്താക്കി. ആ CPM-കാരെ മുഴുവൻ പിന്നെ പാർട്ടി പുറത്താക്കി. പക്ഷേ പുള്ളിക്ക് പണി പോയി. 500 കോടി ലക്ഷണം ഉണ്ടല്ലോ. ഓ ഇല്ല, ഓട്ടം കുറവാണല്ലോ ഇപ്പോൾ. എന്തുവായി പഞ്ചായത്ത്? പാർട്ടിയിൽ തിരിച്ചു പോയോ? CPM-ലായോ ഇപ്പം? പാർട്ടിയിൽ നമ്മളോട് സഹകരിച്ചാണ് ഇപ്പം പോകുന്നത്. 5 വർഷം മുമ്പ് മുതലേ നിങ്ങൾ തമ്മിൽ പ്രശ്നമല്ലായിരുന്നോ? പാർട്ടിയിൽ ചില വ്യക്തികളുടെ ചില പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ, അല്ലാതെ പാർട്ടിക്കാർക്ക് അങ്ങനെ വിരോധമായിട്ടില്ല. വിജയിച്ച് വന്നപ്പം BJP-കാരും പിന്തുണച്ചു. കോൺഗ്രസും BJP-യുടെയും പിന്തുണയാണ് നമ്മൾ ഈ 4 വർഷക്കാലം അന്നത്തെ ഇരുന്നു. സ്ഥാനാർത്ഥിത്വത്തിൽ CPM-നോട് പിണങ്ങി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ആളാണ് CS ബിനോയ്. BJP-കാരും UDF-ഉം പിന്തുണച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റായി. പാർട്ടിയെ വെല്ലുവിളിച്ച് വിജയിച്ചയാൾ പ്രസിഡന്റായി തുടരുന്നതിലെ അസ്വസ്ഥത CPM അവിശ്വാസത്തിൽ കാര്യങ്ങളെ എത്തിച്ചു. കോൺഗ്രസുകാരും BJP-കാരും പക്ഷേ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഇടതന്മാർ കൊണ്ടുവന്ന 2 അവിശ്വാസ നീക്കങ്ങളും പാളി. ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ അത് സംഭവിച്ചു. കോൺഗ്രസുകാർ 3 പേരും കാലുവാരി. അവർ CPM പ്രവർത്തകർ 4 പേർക്കൊപ്പം ചേർന്നതോടെ CS ബിനോയിയുടെ കസേര തെറിച്ചു. അവിശ്വാസ നീക്കത്തിന് CPM പ്രാദേശിക നേതൃത്വം കൊടി വീശിയെങ്കിലും തലേന്നാൾ ജില്ലാ നേതൃത്വം ബിനോയി എന്ന പഴയ സഖാവിനോട് കൂറ് പ്രഖ്യാപിച്ചു. അവിശ്വാസ നീക്കം വിലക്കി, വിപ്പ് നൽകി. 5 ഇടത് അംഗങ്ങളിൽ 4 പേരും വിപ്പ് തള്ളി. ബിനോയിയുടെ കസേര പോയതിന് പിന്നാലെ 4 അംഗങ്ങളെയും CPM സസ്പെൻഡ് ചെയ്തു. അവിശ്വാസം കൊടുക്കാൻ പാർട്ടി പറഞ്ഞു, പാർട്ടി അത് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അതൊരു പാർട്ടി വിരുദ്ധമായി നമ്മളൊന്നും ചെയ്തിട്ടില്ല. CPM-ന്റെ വർഗ്ഗശത്രു BJP ആണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ വിശ്വാസം അതാണ്. BJP ഒഴിവാക്കാൻ എന്ത് തന്ത്രവും നമ്മൾ പയറ്റും. അപ്പോൾ BJP ഒഴിവാക്കി നിർത്തുന്നതിനുള്ള തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടത്. മുൻ CPM അംഗവും പഴയ പ്രസിഡന്റുമായ ബിനോയ് ഇന്ന് പാർട്ടിക്ക് പ്രിയപ്പെട്ടവനാണ്. പാർട്ടി പുനഃപ്രവേശവും വൈകാനിടയില്ല. പക്ഷേ BJP പിന്തുണയോടെയുള്ള ഭരണം അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ വഴിയാധാരമാവുകയായിരുന്നു ഇവിടെ. തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഒരു പിൻവിളി പ്രതീക്ഷിക്കുന്നുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.